ഹലോ, എന്തൊക്കെയുണ്ട് കൈസേ? സുഖണ്ടേ? ഞാൻ കൊറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വ്ലോഗ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മള് സ്ഥലത്തേക്ക് പോവാണ്. സ്ഥലം മീൻസ് പംകിൻ ഫാം അഥവാ മത്തങ്ങ ഫാം. ഇവിടെ ഇപ്പൊ ഫോൾ ആണല്ലോ. ഫോൾ എന്ന് പറയുമ്പോ ഇവിടെ മെയിൻ സാധനം മീൻസ് മത്തങ്ങ. അപ്പൊ മത്തങ്ങ നമ്മൾ കാണാൻ പോവാണ്. മത്തങ്ങ കാണാനൊക്കെ ഉണ്ടോ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയൊന്നല്ല, രസമാണ് പോയിട്ട് കാണാന്. അപ്പൊ അവിടെ ഒരു ഫാം ഉണ്ട്, ആ ഫാമിൽ കുറെ മത്തങ്ങ ഉണ്ട്. എന്നിട്ട് അതിലിങ്ങനെ പോയിട്ട് നമ്മൾ കുറെ ഫോട്ടോ ഒക്കെ എടുക്കണം. നാളെ താങ്ക്സ് ഗിവിംഗ് ആണ് കേട്ടോ. ഒബ്വിയസ്ലി കൂടെ ആരാ? എന്റെ ഭർത്താവ്. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ചെയ്യാട്ടോ. എനിക്കിങ്ങനെ കുറെ പറയാനൊന്നും പറ്റണില്ല. ഇപ്പൊ കുറെ ഇതായില്ലേ, അതായത് കുറെ കാലായില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറെ വർത്താനം പറയാൻ പറ്റണില്ല. ശ്വാസം മുട്ടുന്നുണ്ടല്ലേ? എനിക്ക് ശ്വാസം മുട്ടുന്നു. ഞാൻ മുറുക്കൊക്കെ എടുത്തിട്ടുണ്ട് തിന്നാനായിട്ട്. എനിക്ക് വണ്ടി കയറി അപ്പൊ എനിക്ക് തിന്നണം. അപ്പൊ ഞാൻ മുറുക്കെല്ലാം എടുത്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. എടാ, അപ്പുറത്തെ വണ്ടിത്തെ ചെക്കൻ നല്ല രസമുണ്ട് കൈസ. എനിക്ക് ഓനെ ഇഷ്ടപ്പെട്ട്. അപ്പാട് വയസ്സ് സ്പീഡ് കൂട്ടിയിട്ട് നമ്മള് ഫസ്റ്റ് പോവാണ്. ഓനെ പുറകിലാക്കിന്നിട്ട് വെരി ബാഡ് വയസ്സു. ഞാൻ ഒന്ന് ആസ്വദിച്ചു വരായിരുന്നു ഓനെ. നമുക്കൊരു 1 hour ട്രാവൽ ആണ് കേട്ടോ ഉള്ളത്. ഈ 1 hour ട്രാവലിൽ മൊത്തം ഒന്നും എനിക്ക് വർത്താനം പറയാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടുത്തെ റോഡും വീടും കാടും മരങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാം രസല്ലേ കേസേ? 1 hour നീ പറയുന്നത് അവര് കേൾക്കുന്നാണോ വിചാരിക്കുന്നത്? ഞാൻ കേൾക്കുന്ന പോലെ. അതും ശരിയാണ്. എടാ, നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. എന്റെ പണ്ടത്തെ വീഡിയോസ് ഒന്നും പോയി നോക്കണ്ട കേട്ടോ. ഒരുമാതിരി വൃത്തിയിട്ട വ്ളോഗ്സ് ആണ്. അല്ലെങ്കിൽ എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ടാ വർത്താനം പറയണമെന്നറിയോ? ഐഷ്, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ ആവുന്നു. അങ്ങനെ ആവുന്നു എനിക്ക്. എന്തറിയോ, എനിക്ക് ക്യാമറ ഷൈ ഒക്കെ മാറിയിട്ട് ഭയങ്കര കുറച്ച് കാലമായിട്ടുള്ളേ. അപ്പൊ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ പണ്ട് നമ്മള് വ്ളോഗൊക്കെ ചെയ്യാന്ന് പറയുമ്പോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ പറയണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പല്ലേ എനിക്ക് മനസ്സിലാവണം അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ എന്താ നിങ്ങള് എങ്ങാനും നിങ്ങക്ക് തോന്നാണ് അപ്പുറത്തെ വീഡിയോ കൂടി ഒന്ന് പോയി നോക്കാന്ന് തോന്നുമ്പോ നിങ്ങള് വിചാരിക്കരുതേ ഇതെന്താ ഇവിടെ ഇങ്ങനെ വർത്താനം പറയണേ, അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ് അതില്. ഇതാണ് എന്റെ ഒറിജിനൽ. ഓക്കെ, സത്യം പറഞ്ഞാ എനിക്ക് നാണക്കേടായതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഓക്കെ, എനിക്ക് നാണാടാ, ഭയങ്കര നാണാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഹൈവേ കാണിച്ചു തരാം. ഇതാണ് ആ ഹൈവേ. ഇതാണ് 401. 401 എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കുള്ള ഹൈവേ ആണ് കേട്ടോ ഇത്. പക്ഷെ ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല അല്ലെ വൈശു? വൈശു ഒരു ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് വൈശു ഇങ്ങനെ വർത്താനൊന്നും പറയൂല. ഓൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതിനുള്ള കൗണ്ടർ മാത്രമാണ് പറയലുള്ളൂ. പൊതുവെ അങ്ങനെയാണ്. ക്യാമറ കാണുമ്പോ പിന്നെ പറയേ വേണ്ട, പിന്നെ അങ്ങനെ തന്നെ. എടാ, സത്യം പറഞ്ഞല്ലേ എനിക്ക് ഈ ഹൈവേ കൂടെ പോണത് തീരെ ഇഷ്ടല്ല കേട്ടോ. ഭയങ്കര അലമ്പാടാ. ഫുള്ളിങ്ങനെ ബ്ലോക്കായി നിർത്തി. പിന്നെ അപ്പുറത്ത് നോക്കിയാലും ഇപ്പുറത്ത് നോക്കിയാലും വണ്ടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഇഷ്ടമല്ല ഹൈവേ കൂടെ പോകുന്നത്. പക്ഷെ ഈ നായി എപ്പോഴും ഹൈവേ കൂടെ തന്നെ പോകും. എന്താണ് നിനക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? 6 മണിക്ക് ക്ലോസ് ചെയ്യുന്ന ഫാമിലേക്ക് 5 മണിക്കെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൈവേ കൂടെ പോകണ്ട ലക്ഷ്മി. അതിലൊക്കെ ഇപ്രാവശ്യം ഓക്കെ, പക്ഷെ എല്ലാ തവണയും നീ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതെന്തിനാ? കണ്ടോ, അവന് ഉത്തരയില്ല. ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും വൈശുവിന് ഉത്തരം ഉണ്ടാവാറില്ല ഗൈസ്. കാണാൻ പറ്റുണ്ടോ ഗൈസേ? ചെലക്കാണ്ടിരിക്കോ? നിങ്ങക്ക് കാണാൻ പറ്റുണ്ടോ ഗൈസേ? ഇങ്ങനെ കളറൊക്കെ മാറുന്നത് മരത്തിന്റെ നല്ല രസമാണ് കാണാന്. ശ്രദ്ധിച്ചു നോക്കട്ടോ, ഞാൻ കാണിച്ചതാ. ശ്രദ്ധിച്ചു നോക്കണം കേട്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കണം.
മത്തങ്ങ ഉള്ളൂ ഗൈസേ, ഫുള്ള് മത്തങ്ങ, ഫുള്ളിങ്ങനെ പഴുത്തു നിൽക്കുന്ന മത്തങ്ങകൾ. രസമുണ്ട്. നമ്മള് കൊറേ ഫോട്ടോ എടുത്ത്, കൊറേ ഫോട്ടോ എടുത്ത്. ஹாய் ஹாய் லக்ஷ்மி, நான் இது சொல்லி ஆகணும். நீ அவ்வளோ அழகு, இங்கே இவ்வளோ அழகா ஒரு அழகு பார்த்துருக்க மாட்டா. அது காலக்குட்டன். சே ഹായ്, സേ ഹായ്, സേ ഹായ്. ആടേ ആടേ ആടേ, എടാ ആടേ, ജാടപ്പെണ്ടി ആട്. ഹായ് ഹൈ 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 ഹൈ. ഇത് ഇങ്ങടെ ഓടണേ. ഒട്ടകം പോലെ തോന്നും, പക്ഷെ ഒട്ടകല്ല. ഇതാണ് അൽപാഖാന, അൽപാഖ, അങ്ങനത്തെ എന്തോ സാധനം. നല്ല രസമുണ്ടായിരുന്നു ഗൈസേ, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ ഫോട്ടോ എടുത്ത്. എന്തോ ആണോ. നമുക്കിനി ഐസ്ക്രീം മേടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കിട്ടും, ആ സാധനം മേടിക്കാൻ പറ്റുമോ നോക്കാം. Come on, let's go. രസമുണ്ട്, നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. നമുക്കുണ്ടല്ലോ ഡബ്ബടന്ന് ഒരു ഫോട്ടോ എടുക്കാം. രസമുണ്ട് കാണാൻ. നല്ലൊരു ചുരുണ്ട മുടിയായിരുന്നു. ഇവിടെ എന്തോ സാധനം വെച്ചിട്ട് ചീകിയിട്ട് അത് ഇങ്ങനെ ചുരുട്ടി, ഒരു കാര്യമില്ലാതെ. നല്ലതായിട്ടുണ്ട്. എടാ മാറ്, കൈ മാറ്റി, ഞാൻ ബായ് പറയട്ടെ, ബായ് പറയട്ടെ മാറ്. അപ്പൊ ഗൈസേ അത്രേ ഉള്ളൂ, നമ്മള് തിരിച്ചു പോവാണ് കേട്ടോ. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസേ. ഇനി എപ്പോഴേലൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.